ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിൽ വീട്ടുജോലി നോക്കുന്നവരുടെ വിസ നടപടിക്രമങ്ങൾ അധികൃതർ എളുപ്പത്തിലാക്കുന്നു. ദുബൈ നോട്ട് സ്മാർട്ട് ആപ്പ് വഴി ഇനി മുതൽ ജോലിക്കാരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. വീട്ടുജോലിക്കാരുടെ വിസ അപേക്ഷ, റെസിഡൻസ് അനുമതി റദ്ദാക്കൽ, വിസ പുതുക്കൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഇനി ദുബൈ നൗ സ്മാർട്ട് ആപ്പ് വഴി വേഗത്തിൽ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ പരിശോധനയും ഡിജിറ്റൽ ഐഡന്റിറ്റി നടപടികളുടെ പൂർത്തീകരണവും ആപ്പ് വഴി നടത്താം. നേരത്തെ 4 സംവിധാനങ്ങൾ വഴി നടത്തേണ്ട നടപടിക്രമങ്ങൾ ദുബൈ നൗ ആപ്പ് വഴി ഏകീകരിച്ചിട്ടുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട 12 നടപടിക്രമങ്ങൾ 4ആയി ചുരുങ്ങിയതായും അധികൃതർ അറിയിച്ചു. നേരത്തെ 30 ദിവസമായിരുന്നു പ്രോസസ്സിംഗ് സമയം. ഇപ്പോൾ അത് 5 ദിവസമായി ചുരുക്കിയിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ 10-ൽ നിന്ന് 4ആയും കുറച്ചു. ദുബൈ നൗ ആപ്പിലെ യൂണിഫൈഡ് സർവീസ് പാക്കേജ് ഫോം പൂരിപ്പിച്ചാൽ വീട്ടുജോലിക്കാരുടെ സേവനത്തിലേക്ക് ഉപഭോക്താക്കൾക്ക് പ്രവേശനം ലഭ്യമാണ്. പാസ്പോർട്ട് അടക്കമുള്ള മറ്റ് വിവരങ്ങളും ലഭിക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ ഗൾഫ് കറൻസികൾ കുതിക്കുന്നു. ഒരു ഒമാൻ റിയാലിന് 220 രൂപയാണ് ഇന്ന് വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. രൂപയ്ക്ക് കരുത്തു പകരാൻ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ ഫലം കാണാതെ ഡോളർ ശക്തി പ്രാപിക്കുന്നതിനാൽ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യവും കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവായ 84.88 എന്ന നിരക്കിലേക്കാണ് ഇന്ത്യൻ രൂപ എത്തിയത്. ഇതോടെ ഒരു ഒമാൻ റിയാലിന് 220 രൂപയ്ക്ക് മുകളിലെത്തി. ഇന്ന് ഒരു റിയാലിന് 220 രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. വെബ്സൈറ്റുകളിൽ 220 രൂപ 30 പൈസ കാണിക്കുന്നുണ്ട്. ഈ അവസരം അനുകൂലമാക്കി നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണവും ഒമാനിൽ കൂടിയിട്ടുണ്ട്. ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിലെ ഇന്ത്യയുടെ മോശം പ്രകടനം രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യൻ രൂപയ്ക്ക് മാത്രമല്ല, ചൈനയുടെ യുവാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കറൻസികൾ പലതും സമാന തിരിച്ചടി നേരിടുന്നുണ്ട്. ഇതിനിടെ പണപ്പെരുപ്പം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നതോടെ നിക്ഷേപകർ ഓഹരികൾ വിറ്റ് ലാഭമെടുത്ത് തുടങ്ങിയതും നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായി വിലയിരുത്തുന്നു. സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ലകത്ത് അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് വീണ്ടും കോടതി മാറ്റിവെച്ചു. മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുറഹീമിന്റെ കുടുംബത്തിന് വേദനയായി കോടതി നടപടികൾ നീളുകയാണ്. സാമ്പത്തിക തടസ്സങ്ങളാൽ കോടതി നടപടികൾ ഉണ്ടാകാത്തതാണ് വിധി മാറ്റിവെക്കാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. റഹീമിന്റെ കേസ് മാത്രമല്ല, റിയാദ് ജയിലിൽ നിന്നുള്ള എല്ലാ കേസുകളുടെയും സിറ്റിംഗ് തീയതി മാറ്റിയെന്നാണ് വിശദീകരണം. മോചനം വൈകുമ്പോൾ കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും കുടുംബാംഗങ്ങളും. കഴിഞ്ഞ 2 തവണയും കേസിൽ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. മോചന ഹർജിയിൽ ആദ്യ സിറ്റിംഗ് ഒക്ടോബർ 21-നാണ് നടന്നത്. എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ നവംബർ 17-ന് വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് കേസ് പരിഗണിച്ചു. എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുള്ളതിനാൽ മറ്റൊരു സിറ്റിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കേസ് മാറ്റി. ഡിസംബർ 8-ന് നടന്ന അടുത്ത സിറ്റിംഗിലും വിധി പറഞ്ഞില്ല. റഹീമിന്റെ സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ 18 വർഷമായി അബ്ദുറഹീം ജയിലിൽ കഴിയുകയാണ്. UAE ലോട്ടറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ സ്വദേശികളും വിദേശികളുമായ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി. UAE 3 ഓപ്പറേറ്റർമാർക്ക് മാത്രമാണ് ലോട്ടറിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള ലൈസൻസ് നൽകിയിട്ടുള്ളൂ എന്നും മറ്റാർക്കും ഇതിന് അനുവാദമില്ലെന്നും അതോറിറ്റി അറിയിച്ചു. ലോട്ടറിയിലും ഗെയിമിംഗിലും പങ്കെടുക്കുന്നതിന് മുമ്പ് ഗെയിമിംഗ് ഓപ്പറേറ്ററുടെ ലൈസൻസിംഗ് നില അതിന്റെ വെബ്സൈറ്റിൽ പരിശോധിക്കണമെന്ന് അധികൃതർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. UAE ലോട്ടറിയായി പ്രവർത്തിക്കുന്ന ദി ഗെയിം LLC-യാണ് രാജ്യത്തെ ഏക ലോട്ടറി ലൈസൻസ് ഉള്ള സ്ഥാപനം. GCRA റെഗുലേറ്ററി ചട്ടക്കൂടിന് കീഴിൽ അനുവദനീയമായ ഒരേയൊരു ലോട്ടറി ലൈസൻസ് സ്ഥാപനവും ഇതാണെന്ന് അതോറിറ്റി അറിയിച്ചു. എന്നാൽ നേരത്തെയുള്ള ചില ലോട്ടറി പ്രവർത്തനങ്ങൾ തുടരാനും നിയമം അനുവദിക്കുന്നുണ്ട്. ഈ ചട്ടക്കൂടിനുള്ളിൽ ഏകദേശം 30 വർഷമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബിഗ് ടിക്കറ്റ്, ദുബായ് ഡ്യൂട്ടി ഫ്രീ എന്നീ എയർപോർട്ട് ലോട്ടറികൾക്കും GCGRAയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം തുടരാൻ അനുമതിയുണ്ട്.
ഇവയല്ലാതെ നിലവിലുള്ള മറ്റൊരു ലോട്ടറിക്കും തുടർ പ്രവർത്തനങ്ങൾക്ക് അനുവാദമില്ലെന്നും അവയെല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാത്ത ലോട്ടറി, വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്റർമാരുമായി ബിസിനസ് ചെയ്യുന്നതും ഗെയിമിംഗിൽ ഏർപ്പെടുന്നതും അപകടകരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 100 മില്യൺ ദിർഹത്തിന്റെ ജാക്ക്പോട്ട് വാഗ്ദാനം ചെയ്യുന്ന UAEയുടെ ആദ്യ ലോട്ടറി ഓപ്പറേഷൻ നവംബറിൽ ഔദ്യോഗികമായി ആരംഭിച്ചിരുന്നു. ഉദ്ഘാടന തത്സമയ നറുക്കെടുപ്പ് ഡിസംബർ 14-നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബിഗ് ടിക്കറ്റ് ദശലക്ഷക്കണക്കിന് ദിർഹം മൂല്യമുള്ള ഗ്രാൻഡ് പ്രൈസുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ നറുക്കെടുപ്പ് 30 ദശലക്ഷം ദിർഹം സമ്മാനത്തുക 2025 ജനുവരിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. നാഷണൽ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ഡിസംബർ 16-17 തീയതികളിൽ ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവിറക്കി. 2024 ഡിസംബർ 10-നാണ് ബഹ്റൈൻ ന്യൂസ് ഏജൻസി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉത്തരവ് പ്രകാരം ഡിസംബർ 16-17 തീയതികളിൽ രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം 3 മണിക്കാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സൗദി സമയം 12:30 മണിയോടെയാണ് അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ കോടതി പരിഗണിക്കുക. കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ദുറഹീമും അഭിഭാഷകനും കോടതിയിൽ ഹാജരാകുമെന്നാണ് കരുതുന്നത്. ഡിസംബർ 8-ന് മാറ്റിവെച്ച കേസ് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നത് ജയിൽ മോചനത്തിന് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാകുമെന്നാണ് സഹായ സമിതി വിലയിരുത്തുന്നത്. ഇന്ന് മോചന ഉത്തരവുണ്ടായാൽ റിയാദ് ഗവർണറേറ്റിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അബ്ദുറഹീമിന് നാട്ടിലേക്ക് മടങ്ങാം. 2006 അവസാനമാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2-ന് കോടതി വധശിക്ഷ റദ്ദാക്കി. സാങ്കേതിക പ്രശ്നങ്ങളും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസുമാണ് ജയിൽ മോചനം വൈകാൻ കാരണമെന്നാണ് സൂചന. ഇന്ന് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയുമെല്ലാം. സർക്കാർ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കുകയും ബ്യൂറോക്രസിയുടെ ഇടപെടലുകൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതികൾ മുന്നോട്ടുവയ്ക്കുന്ന ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് 70 ലക്ഷം ദിർഹം അവാർഡ് നൽകാൻ UAE ക്യാബിനറ്റ് ബുധനാഴ്ച അംഗീകാരം നൽകി. സർക്കാർ നടപടിക്രമങ്ങൾ പരമാവധി ചുരുക്കുന്നതിനും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും കമ്പനികളുടെയും വ്യക്തികളുടെയും മേലുള്ള ഭാരം കുറയ്ക്കുന്നതിനും ഉതകുന്ന പ്രൊജക്ടുകൾ സമർപ്പിക്കുന്നവർക്ക് ടീമുകൾ, വ്യക്തികൾ, ഫെഡറൽ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിലെ പോസ്റ്റിൽ അറിയിച്ചു.